ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളുടെ സമരത്തിന് പ്രതികൂലമായി പോസ്റ്റിട്ട പേളിമാണി ഇന്നലെ വന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേര് പേളിമാണിയെ കുറ്റം പറയുന്നു. ഒരുപാട് പേര് 4 ലക്ഷത്തോളം ആളുകൾ പേളിമാണിയെ അൺഫോളോ ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിൽ പേളിമാണിക്ക് തിരിച്ചടികളാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനിവിടെ പേളിമാണിയെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാനാണ് പോകുന്നത്. അവരുടെ കുറവുകളും കുറ്റങ്ങളും ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കുറച്ച് പറയുന്നു, ബാക്കി ഇതിൻ്റെ ഒരു നല്ല വശമുണ്ട്. അതിലേക്കാണ് അത്തരം കാര്യങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടിലൂടെ എനിക്ക് തോന്നിയത്. അതാണ് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പേളിമാണി എന്ന് പറയുന്ന ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ഏകദേശം 10-15 വർഷമായി മലയാളികൾ കണ്ടു തുടങ്ങി. അവർ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യും, അവരെന്തൊക്കെ പറയും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് അവരെ കാണുന്ന പ്രേക്ഷകർ കൂടുതലും. ഇപ്പം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, സിബി മലയിൽ സാറിനെ അവർ പരാജയ സംവിധായകൻ എന്ന് വിളിച്ചു എന്നും നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറൂ, വീട്ടിൽ പോവൂ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിലാണ് അവരെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഇവിടെ സിബി മലയിൽ സാറിനെ എങ്ങനെയാണ് പേളിമാണിക്ക് പരാജയപ്പെട്ട സംവിധായകൻ വിളിക്കാൻ തോന്നിയത് എന്ന് ഞാനും ചിന്തിച്ചു. അവർ പറഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ സിബി മലയിലിൻ്റെ മകനാണ് ഈ കാര്യം ഇത്രയേറെ വഷളാക്കിയത് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സിബി മലയിലിൻ്റെ മകനെയാണ് പേളിമാണി പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിളിച്ചത് എന്ന് വിചാരിച്ചാൽ, എൻ്റെ അറിവിൽ സിബി മലയിലിൻ്റെ മകന് ഒരു സിനിമ സംവിധാനം ചെയ്തതായിട്ടില്ല. ഇനി സിബി മലയിലിൻ്റെ മകൻ ഒരു സിനിമ സംവിധാനം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തെയും ഒരു പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ലാത്ത കാര്യം തന്നെയാണ്. ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത് അതിന് പരാജയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100 കോടി ക്ലബിൽ കയറുകയോ അല്ലെങ്കിൽ 50 ദിവസം ഒരു സിനിമ ഓടിയാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഭൂരിഭാഗം കലാബോധമില്ലാത്ത ആളുടെ കൂട്ടത്തിലാണ് പേളിമാണി പെട്ടിരിക്കുന്നത് എന്ന് ഞാനും ചിന്തിച്ചു പോയി. അവരങ്ങനെയല്ല പറഞ്ഞത് എങ്കിൽ പോലും പരാജയ സംവിധായകൻ എന്ന വിശേഷണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ പോകൂ എന്ന് പറയുമ്പോൾ ഏകദേശം 21ഓളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അവരോടൊന്നും തന്നെ സ്നേഹമില്ലാതെയാണ് പേളിമാണി പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പേളിമാണി ഇതേ പറയൂ, പേളിമാണി ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ള ഒരു മുൻവിധി ഇവിടുത്തെ പേളിമാണിയെ കാണുന്ന ആളുകൾ എടുത്തു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ തെറ്റ് എന്നതാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, തൻ്റെ രാഷ്ട്രീയ മതം ഇതൊക്കെ തന്നെ ഒളിച്ചു വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് നടത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പേളിമാണിക്ക് സംഭവിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേളിമാണി ഒരു സംഘിയാണെങ്കിൽ എന്താണ് തെറ്റ്? ഞാൻ സംഘികളെ ന്യായീകരിക്കുകയോ സംഘികളുടെ കാഴ്ചപ്പാട് ശരിയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. എൻ്റെ രാഷ്ട്രീയം ഞാൻ എൻ്റെ ചാനലിലൂടെയും എൻ്റെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഇതാണ്, നമ്മുടെ മതം ഇതാണ്, നമ്മുടെ ജാതി ഇതാണ്, ഇതൊന്നും തന്നെ ഇല്ല എന്ന് എത്ര പറഞ്ഞാലും ഇതൊക്കെ ഉണ്ട് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ ജാതിയും നമ്മുടെ മതവും നമ്മുടെ നിറവും ഇതാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മളത് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ഒരു തെറ്റും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അത് പേളിമാണി ഇതിൻ്റെ മുമ്പ് ചെയ്തില്ല എന്നുള്ളതാണ് പേളിമാണിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. തന്നെ കാണുന്നവരെ കബളിപ്പിക്കുകയാണ് എന്ന് അവർക്ക് തോന്നിപ്പോയി. കാരണം പല ചിന്താഗതിയിലുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ വിനോദിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പേളിമാണിയുടെ ഒരു ജോലി ഉണ്ടായിരുന്നത്. അങ്ങനെ ഉള്ള പേളിമാണി ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരുപാട് പേര് കേരളത്തിൽ എതിർക്കുന്ന ഒരു പാർട്ടിയുടെ വക്താവായി മാറുന്നു. എനിക്കിഷ്ടപ്പെട്ട നിറം കാവിയാണ് എന്ന് പറയുന്നു. അതൊന്നും ഒരിക്കലും ഒരു കലയെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം കലയിൽ ഏറ്റവും കൂടുതൽ വ്യാപൃതരായിട്ടുള്ളത് കേരളത്തിലെ സഖാക്കളാണ്, അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയം ഏതാണ് എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പേളിമാണി പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ വളരെ ബാഡായി പോയി. ഞാനൊരു കാവ്യെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഞാനൊരു സംഘിയാണ്, ഞാനൊരു BJP-കാരിയാണ് എന്ന് പേളിമാണി തുറന്നു പറയുന്ന വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ
ഇത്രയധികം കൊഴിഞ്ഞുപോക്ക് ഒരുപക്ഷെ പേളിമാണിക്ക് സംഭവിക്കുമായിരുന്നില്ല. ഇത് അത്രയും വലിയ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാവ്യയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഭാഗമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേളിമാണിയെ എല്ലാവരും വെറുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഒരുപാട് പേര് കൊഴിഞ്ഞു പോകാനുള്ള കാരണം എന്നാണ്. ഏതായാലും ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നാളെ ഇനി ഒരു പേളിമാണി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് ഞങ്ങൾ കാണില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ മാറി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കലാകാരിക്ക്, ഒരു കലാകാരന്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കാം. ആ തെറ്റുകളെ നിങ്ങൾ തിരുത്തണം. കാരണം ഇത്ര അധികം ആളുകൾ കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ജെന്യുവിനായിട്ടുള്ള ഫോളോവേഴ്സാണ് കൊഴിഞ്ഞു പോകുന്നത്. അതിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, സംഖ്യകൾ ഒരാള് 10 ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഫോളോ ചെയ്താൽ പോലും ഈ 4 ലക്ഷം ആളുകൾ ഉണ്ടാവില്ല എന്നതാണ്. പേളിമാണിയുടെ വരുമാനം കുറഞ്ഞു പോകുന്നു. ആ ഒരു ചിന്തയിൽ നിന്നാണ് പേളിമാണി ഇത്തരത്തിലുള്ള ഒരു മാപ്പ് പറയാനുണ്ടായ കാരണം എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ ഒരു വരുമാനം കുറയും അല്ലെങ്കിൽ എന്ന് പേടിച്ചിട്ട് ഞാനൊരു ക്ഷമാപണം നടത്താം എന്നവർ ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് താൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമാണല്ലോ എന്നെ കാണുന്നവർ ചിന്തിക്കുന്നത് എന്നുള്ളൊരു വലിയ വിഷമത്തിൽ നിന്നാണ് അവർ പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ 4 ലക്ഷം കൊഴിഞ്ഞു പോയാലും 40 ലക്ഷം ഇനിയും പേളിമാണിയുടെ യൂട്യൂബ് ചാനലുകൾ വർഷങ്ങളെടുത്താൽ കയറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവർ കഴിവുള്ളവരാണ്. അവരുടെ കഴിവ് അവർ വീണ്ടും പ്രയോജനപ്പെടുത്തി, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ മിനുക്കിയെടുത്ത് വജ്ര പോലെ ആവട്ടെ, വലിയ സംഭവങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ 4 ലക്ഷം കൊഴിഞ്ഞു പോയതൊന്നും വലിയ സംഭവമായി എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് അവരെടുത്തിട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മലയാളികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കാഴ്ചക്കാരെ കബളിപ്പിക്കരുത്. നിങ്ങളുടെ രാഷ്ട്രീയം ഏതാണെങ്കിൽ അത് തുറന്നു പറയുക. നിങ്ങളുടെ മതം പറയേണ്ട സമയത്ത് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് മതത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് പറയുക. നിങ്ങൾക്ക് ജാതി ഉണ്ടെങ്കിൽ, ജാതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് പറയുക. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തനിക്ക് പറയാനുള്ളത് പറയുക. അതാണ് ഒരു യഥാർത്ഥ കലാകാരൻ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കലാകാരി, അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമൂഹിക പ്രതിബദ്ധത തനിക്കുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനോട് സംവദിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഒരു പാർട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി, ഈ ഒരു പാർട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് മാനുക്കുലേറ്റ് ചെയ്തിട്ട് ആളുകളെ നിങ്ങളുടെ ചാനലുകൾ വരുത്താതിരിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വലിയ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ അത് വലിയ തോതിൽ നമ്മുടെ ഹൃദയവേദന ഉണ്ടാക്കുന്ന തരത്തിൽ സംഭവിക്കും. മാത്രവുമല്ല ഒരുപാട് അവഹേളനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ചിത്രചേച്ചി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ വാനമ്പാടി ഒരൊറ്റ രാത്രി കൊണ്ടാണ് വെറും ചിത്രയായി മാറിയത്. കേരളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസ് ഒരൊറ്റ രാത്രി കൊണ്ടാണ് വെറും ദാസും യേശുവുമായി മാറിയത്. അത്രയൊന്നുമില്ല പേളിമാണിയെ പോലെയുള്ള ഒരു യൂട്യൂബറും ആങ്കറും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പേളിമാണി മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളോട് ക്ഷമാപണം നടത്തിയത്. ഏതായാലും പേളിമാണിയെ ഇത്രയേറെ കല്ലെറിയേണ്ട കാര്യമുണ്ടോ എന്ന് പേളിമാണിയെ ഇഷ്ടപ്പെടുന്നവർ, പേളിമാണിയെ ഫോളോ ചെയ്തവർ ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല വീഡിയോകൾ പേളിമാണിയിൽ നിന്നും ഇനിയും സംഭവിക്കട്ടെ, ഉണ്ടാവട്ടെ. ഇതൊരു താൽക്കാലിക ഒരു സംഭവം മാത്രമേ ഉള്ളൂ. നാളെ ഇതെല്ലാം മറക്കും എല്ലാവരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇല്ല. എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കുമ്പോൾ ഇതൊക്കെ ജനം ചില സമയങ്ങളിൽ എടുത്ത് പറഞ്ഞെന്ന് വരും. അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മറ്റു പലരും മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ പേളിമാണിയും മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. ഏതായാലും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ. ഇന്ത്യ ഒരു പുതിയ ഇന്ത്യയായി മാറട്ടെ. രാജ്യത്തിൻ്റെ ഭരണം നല്ല കൈകളിൽ എത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. നന്ദി.